ഉത്തര കൊറിയൻ ഏകാധിപതിയായിട്ടുള്ള കിം ജോങ് ഉന്നിന്റെ കയ്യിൽ നിന്നും ആണവ ബോംബ് ഇറാന്റെ പക്കൽ എത്തുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്നത്. ഇറാന്റെ പക്കൽ ആണവ ബോംബ് എത്താൻ വെറും 72 മണിക്കൂർ മതി എന്നാണ് അമേരിക്ക നിലവിൽ വിലയിരുത്തുന്നത്. ഉത്തര കൊറിയൻ വിമാനം ഇറാനിലേക്ക് വരികയാണെങ്കിൽ അത് റഷ്യ വഴി പറന്നിറങ്ങാനുള്ള സാധ്യതയാണ് അമേരിക്ക കാണുന്നത്. ഇറാൻ ഉത്തര കൊറിയ ബന്ധത്തെ നമ്മൾ വില കുറച്ച് കാണരുത് എന്നും ഇറാനെ വില കുറച്ച് കണ്ടതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇത്രയധികം കാഷ്വാലിറ്റികൾ ഉണ്ടായത് എന്നും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി മുൻ ട്രംപിന്റെ ഉപദേഷ്ടാവ് രംഗത്ത് എത്തിയിരിക്കുകയാണ്. ഇറാന് ഉത്തര കൊറിയയിൽ നിന്ന് ഒരു ആണവായുധം വരാനുള്ള സാധ്യതയുണ്ടെന്ന് US പ്രസിഡന്റിന്റെ മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് യുഎസിന് ഇപ്പോൾ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. പ്രസിഡന്റിന്റെ മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് പറയുന്നത് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അദ്ദേഹത്തെ സഹായിച്ച അമേരിക്കൻ അഭിഭാഷകൻ ജോൺ ബോൾട്ടാണ് ആ ഉപദേശകൻ എന്ന് പറയുന്നത്. ഉത്തര കൊറിയൻ സർക്കാരിന് ഒരു വിമാനത്തിൽ ഒരു ആണവ ഉപകരണം സ്ഥാപിക്കാനും റഷ്യയിലൂടെ അത് വഴിതിരിച്ചുവിടാനും അഭ്യർത്ഥന ലഭിച്ച 72 മണിക്കൂറിനുള്ളിൽ അത് ഇറാനിലേക്ക് എത്തിക്കാനും കഴിയും എന്നാണ് ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഇറാനും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധത്തെ വില കുറച്ച് െന്നും ബോൾട്ടൺ വ്യക്തമാക്കി. ഇപ്പോൾ രൂപപ്പെടുന്ന റഷ്യ ചൈന അച്ചുതണ്ടിൽ ഇറാനും ഉത്തര കൊറിയയും രണ്ട് വ്യത്യസ്ത ശക്തികളാണ്. അതിനാൽ അവ തമ്മിലുള്ള സഹകരണം വലിയ ഭീഷണിയാണ് എന്നാണ് ബോൾട്ടൺ പറയുന്നത്. ഇറാന് വർഷങ്ങളായി ആഗ്രഹിച്ചിരുന്ന ആണവായുധം ഇപ്പോഴും ലഭിക്കുമെന്ന് മുൻ ഉപദേഷ്ടാവ് അവകാശപ്പെട്ടു. അതിപ്പോഴും കയ്യെത്താ ദൂരത്തല്ല. അമേരിക്കയുടെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ഇറാന്റെ ആണവ മോഹങ്ങളിൽ ഒരു വിള്ളൽ വീഴ്ത്തിയെങ്കിലും ഇറാന് മറ്റ് രാജ്യങ്ങളുമായുള്ള സഖ്യം ഉപയോഗിച്ച് ഒരു ആയുധം നേടാനായി ഇപ്പോൾ നിഷ്പ്രയാസം സാധിക്കും എന്നാണ് ജോൺ ബോൾട്ടൺ വെളിപ്പെടുത്തുന്നത്. അമേരിക്കൻ ആക്രമണങ്ങളുടെ തരംഗം അവരുടെ ആണവ പദ്ധതികൾക്ക് തടസ്സമായതിനെ തുടർന്ന് ഇറാൻ വേഗത്തിൽ അവയുടെ പുനർനിർമ്മാണം നടത്തുന്നുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. പിതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തെ തുടർന്ന് മെജ്തബ ഖമേനി ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി സ്ഥാനമേറ്റതിന് 2 ദിവസങ്ങൾക്ക് ശേഷമാണ് അഭിഭാഷകന്റെ ഈ പരാമർശം പുറത്തു വന്നിരിക്കുന്നത്. ആയത്തുള്ളയുടെ മകൻ പുതിയ നേതാവാകുന്നത് ഒരു മാറ്റവും വരുത്തില്ലെന്ന് കഴിഞ്ഞ ദിവസം ഇറാനിലെ പല പ്രമുഖരും ഇറാനികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മൊജ്തബയും പിതാവിന്റെ കടുത്ത നിലപാടുകൾ പിന്തുടരുന്ന വ്യക്തി തന്നെയാണ്. ഇറാനിലെ പൗരോഹിത്യ മേഖലയിൽ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളാണ് 56-കാരനായിട്ടുള്ള മൊജ്തബ. അതേസമയം ഈ മൊജ്തബയെ വധിക്കാനായിട്ട് അമേരിക്ക ശ്രമിക്കുകയാണെങ്കിൽ ഉത്തര കൊറിയ അടക്കം ചിലപ്പോൾ റഷ്യ വഴി ആണവായുധങ്ങൾ അവിടെ എത്തിക്കാനുള്ള സാധ്യത തള്ളിക്കളയരുത്. അത് ലോകത്തിന് വിനാശകരമായിരിക്കും. ഇറാൻ ആണവായുധം പ്രയോഗിക്കുമ്പോൾ മാത്രമേ അതറിയാനായി സാധിക്കുകയുള്ളൂ എന്നും ജോൺ ബോൾട്ടൺ ഇപ്പോൾ അമേരിക്കയ്ക്ക് ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.